നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ ജനനിയിലെത്തി വെന്ത വെളിച്ചെണ്ണ കാണിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രീജയത്തിയോട് അമ്മോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ വരും, നല്ല നല്ല വിഭവങ്ങളുടെ റെസിപ്പീസ് ഒക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഭവമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ മാങ്ങാക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തും. അപ്പൊ മാങ്ങ കൊണ്ട് പലതരം കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ ചെത്തുമാങ്ങ, എന്താ പറയാ, കണ്ണിമാങ്ങ കൊണ്ട് തന്നെ അരച്ചുകലക്കി നമ്മൾ ഉണ്ടാക്കും. പല വെറൈറ്റി ഓഫ് എരിമാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരെ കടുമാങ്ങയാണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയാ, നമ്മുടെ ഇടയിലൊക്കെ പറയാ, ഇല്ലങ്ങളിലൊക്കെ പറയാ, ഒരു ഇത്തിരി മോരും ഒരു കഷ്ണം കടുമാങ്ങ ഉണ്ടെങ്കിൽ അതെ സുഖമായിട്ട് ഊണയിക്കാന്ന് പറയും. അപ്പൊ ഒരു പിക്കിൾസിലെ രാജാവ് എന്ന് പറയുന്നത് ശരിക്കും കടുമാങ്ങ തന്നെയാണ്. അതിനെ വെല്ലാൻ എനിക്ക് തോന്നുന്നില്ല അല്ലെ. വേറൊരു പല വെറൈറ്റി ഓഫ് അച്ചാറുകൾ ഉണ്ടെങ്കിലും നമ്മുടെ അനുഭവത്തൊന്നും അങ്ങനെ തന്നെയാണ്. അതെ അതെ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ. അതെ, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയണതും കടുമാങ്ങയാണ്. അപ്പൊ അമ്മ ഈ മാങ്ങ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പല രീതിയിൽ പലരും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു കടുമാങ്ങയുടെ മറ്റുള്ളതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എന്തായിരിക്കും എന്നാണ് ഇപ്പൊ അമ്മയ്ക്ക് പറയാണ്ടാവുക? എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉപ്പിടുന്നതിൽ തന്നെയാണ്. ഉപ്പ് മിക്ക വാങ്ങി ഞങ്ങൾ നോക്കിയിട്ടുള്ളതിലും ഉപ്പ് മുന്തി നിൽക്കും. ഉപ്പ് മുന്തി നിൽക്കുന്നത് ഒരു പക്ഷെ അത് കേടുവരാതിരിക്കാനും എല്ലാം നല്ലതാണ്. ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാൻ ഉപ്പ് ചേർക്കും. അതെ, പക്ഷെ ഉപ്പ് കൂടുതലാവുന്നത് നല്ലതല്ലല്ലോ, സ്വാദും കുറയും. ഹെൽത്തിനും നല്ലതല്ല, നല്ല കടുമാങ്ങയുടെ സ്വാദും കുറയും. ഉപ്പ് മാത്രം മുമ്പിലേക്ക് വരും ചെയ്യും, വേറൊരു സ്വാദും നമുക്ക് അറിയില്ല. അത് കാരണം ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. കാരണം ഈ ബിസിനസ് ട്രിക്ക് എന്ന് പറയണതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കണ്ടല്ലോ. അതുപോലെ മാങ്ങയുടെ സെലക്ഷനും ഇല്ലേ അമ്മ? മാങ്ങയുടെ സെലക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ കച്ചവടക്കാരെ ആശ്രയിക്കാതെ നമുക്ക് പറ്റില്ല. ബൾക്കായിട്ട് ഒരു മാവ്, ആ മാവ് കടുമാങ്ങയ്ക്ക് പറ്റിയതാണ്, ഈ മാവ് ഉൽപ്പമാങ്ങയ്ക്ക് പറ്റിയതാണ്, അങ്ങനെ ഇല്ലെങ്കിൽ ആ പറമ്പുകളിൽ തന്നെ ഉണ്ടാവും. ഇന്നിപ്പോ ആ കാലൊക്കെ മാറി ഇപ്പൊ നമ്മള് കച്ചവടക്കാരെ ആശ്രയിക്കണം. അപ്പൊ ഞങ്ങളത് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അവരോട് കുറച്ച് വില കൂടുതൽ തരേണ്ടി വന്നാലും ഞങ്ങൾക്ക് പാകത്തിന് വലുപ്പത്തിനുള്ള മാങ്ങ തന്നെ തരണം എന്ന് നിർബന്ധിച്ച് പറയാറുണ്ട്. ഞങ്ങൾക്ക് വില കൂടുതൽ കൊടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ വേറൊരു കംപ്ലൈന്റ് ആണല്ലോ നമ്മൾ ഈ കല്ല് കടിക്കുക കടുമാങ്ങയിൽ എന്നുള്ളത്. കടുകിലാണല്ലോ അധികം ഉണ്ടാവുക. ഈ പൊടി അവര് വെയിറ്റ് കൂടാൻ വേണ്ടിട്ട് കടുക് നല്ലോണം മായം ചേർക്കുന്നുണ്ട്. അരിച്ചു കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് നല്ലോണം വാരി എടുത്താൽ തന്നെ അതിന്റെ അടിയിൽ ഊറിപ്പൊക്കോളും. അതെ, എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കി നമ്മൾ ഇവിടെ തന്നെ പൊടിക്കും. അതിനുള്ള പൾവറൈസർ ഇവിടെ ഉണ്ട്. മുളക്, കടുക് എല്ലാം ഞങ്ങളുടെ ഇതിൽ തന്നെയാണ് ഞങ്ങള് പൊടിച്ചെടുക്കുന്നത്. മുളക് വരെ ചിലപ്പോ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നല്ലപോലെ ചാക്കിന്റെ അടിയിലും ഒക്കെ മണ്ണും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ഞെട്ടി കളഞ്ഞിട്ട് പൊടിപ്പിക്കും. അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ആണ് ചെയ്യണത്. ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഇവിടെ തന്നെ പൊടിപ്പിച്ച് ഇവിടെ തന്നെ കൂട്ടുകയാണ്. അപ്പൊ എല്ലാം റെഡിയാന്ന് വിചാരിക്കണം അമ്മ അല്ലേ. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. അളവുകൾ എത്രയാന്നൊക്കെ അറിയാൻ ആൾക്കാർക്ക് ഒരുപാട്, എത്ര മുളകിന് എത്ര ഉപ്പാണ് അതൊക്കെയാണല്ലോ അറിയേണ്ടത്. പലർക്കും പലതായിരിക്കും. അതെ രീതി നമുക്ക് അതെ കാണിക്കണം. അപ്പൊ കൂടുതൽ പറയണില്ല കേട്ടോ, നമുക്ക് നേരിട്ട് തന്നെ കാണാം കടുമാങ്ങ എങ്ങനെയാ ഉണ്ടാക്കണ. അവസാനം നല്ല അസല് കടുമാങ്ങ കൂടി കാണിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ കേട്ടോ. കടുമാങ്ങയിൽ എങ്ങനെയൊക്കെ കൂട്ട് ശരിയായാലും ഉണ്ടല്ലോ, ആ മാങ്ങയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇതുപോലെ നേരിയ നല്ല ചുന്ദരിയായിട്ടുള്ള കുഞ്ഞി കണ്ണിമാങ്ങകൾ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാദ് കൂടും. വലിയ വലിപ്പം കൂടുന്തോറും കടുമാങ്ങയുടെ സ്വാദ് കുറയും. അപ്പം നല്ല ചെറിയ മാങ്ങയായിരിക്കണം. അതുപോലെ നമ്മൾ ഇതിങ്ങനെ ഒടിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ നല്ല ചൊനയുള്ളത്, ചൊനയുടെ വാസന ഇങ്ങനെ ചില കടുമാങ്ങയ്ക്ക് വരും. അതൊക്കെ ഇതിന്റെ ഹൈലൈറ്റ് ആണ്. അതുപോലെ കടിക്കുമ്പോൾ നമുക്കിങ്ങനെ കിറുകിറാന്നിരിക്കണം. ചില മാങ്ങ ഉണ്ടല്ലോ അലന്ന് പോയിട്ട് ഇങ്ങനെ വലിയ വലിപ്പമുള്ള മാങ്ങകൾ, ഒട്ടും ബലമില്ലാത്ത, അത് നന്നാവില്ല. ഇതുപോലുള്ള നല്ല മാങ്ങ നോക്കിയെടുത്താൽ തന്നെ നമുക്ക് പകുതി ആ ഒരു കടുമാങ്ങ സക്സസ് ആയി എന്നുള്ളതാണ്. അളവല്ലേ ചേച്ചി മാങ്ങ? അതെ, അത് 10 കിലോ ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരാഴ്ച ആയിരിക്കണം അല്ലെ. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുത്ത് കൂട്ടണതാണ് ഇപ്പൊ ഗീത ചേച്ചി പറഞ്ഞു തരാൻ പോണത്. അപ്പൊ നമ്മൾ ഇളക്കാൻ വിസ്താരമുള്ള ഒരു പാത്രം എടുത്തു അല്ലെ. ഇനി അതിലേക്ക് മുളക് പൊടിയാണ് ആദ്യം ചേർക്കണത്. ഓക്കെ, മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടാൻ പോകണം കേട്ടോ. 100 കിലോന്റെ കൂട്ടണം കേട്ടോ. അത്
ഈ മുളക് പൊടിയില് എന്താ കളറ് കാശ്മീരി കാശ്മീരൊന്നുമില്ല, ഇല്ല, ശരിക്കും നല്ല ഫസ്റ്റ് ക്വാളിറ്റി മുളക് പൊടിയാണ്. കടുക് പൊടി ഇടുക. എന്നിട്ട് 100 കിലോ മാങ്ങ കൂട്ടണേലേക്ക് കടുമാങ്ങ കൂട്ടണേലേക്ക് ഉണ്ട് കേട്ടോ. ഗീത ചേച്ചി വളരെ ലളിതമായിട്ടാണ് നമുക്ക് കടുമാങ്ങയുടെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. ചേച്ചി പറഞ്ഞു തന്ന അതേ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. ചേച്ചി തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം. ഒരാഴ്ചയാണ് മാങ്ങ ഉപ്പിലിട്ട് വെക്കേണ്ടത് അല്ലേ? അതെ, ഒരാഴ്ച. 100 കിലോ മാങ്ങയുടെ അളവാണ് നമ്മൾ ഇവിടെ പറയണത്. അത് നിങ്ങൾക്ക് എത്രയാണോ ചെറിയ അളവിലേക്ക് ആക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് പൊടികളുടെയൊക്കെ അളവ് മാറ്റിയാൽ മതി. നമ്മളിപ്പോൾ വലിയ രീതിയിൽ ഒരു ബിസിനസ് യൂണിറ്റ് ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള അളവ് പറയണു. 100 കിലോ മാങ്ങയ്ക്ക് 10 കിലോ ഉപ്പ്, 10 കിലോ മുളക് പൊടി, 9 കിലോ കടുക്, 10 കിലോ ഉപ്പ് അല്ലെ? 10 കിലോ ഉപ്പ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതില് കടുക് പൊടിയും മുളക് പൊടിയും ഉപ്പും അല്ലാതെ വേറെ ഒന്നുമില്ല. കായപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി ഇല്ല, വേറെ ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ വളരെ ലളിതമായിട്ടുള്ള കണക്ക്. അപ്പൊ ഈ ഉപ്പ് വെള്ളത്തിൽ തന്നെയാണ്, വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. മാങ്ങ ഉപ്പിട്ട് വെച്ച വെള്ളത്തിൽ തന്നെയാണ് ഇത് കടുമാങ്ങ കൂട്ടുകയും ചെയ്യണത്. അപ്പൊ ഈ ഒരു പ്രൊപ്പോർഷൻ എപ്പോഴും ആലോചിച്ച് വെക്കുക. 100 കിലോ മാങ്ങയ്ക്ക് 10 കിലോ ഉപ്പ്, 10 കിലോ മുളക് പൊടി, 9 കിലോ കടുക് പൊടി. കടുക് പച്ചക്ക് പൊടിച്ചതാണ്. അതും ചിലപ്പോ ചോദിക്കും വറുത്തിട്ടാണോ പൊടിക്കണം? അങ്ങനെയൊന്നും അല്ലല്ലോ, ചൂടാക്കിയിട്ടൊന്നും അല്ലല്ലോ കടുക്. കഴുകരിച്ച് കഴുകി വെയിലത്ത് ഉണക്കിയിട്ടാണ് ചെയ്യണത്. ഞങ്ങള് വെയിലത്ത് ഉണക്കിയിട്ടാണ് കടുക് പൊടിക്കണത്, ചൂടാക്കിയിട്ടൊന്നുമല്ല കടുക് പൊടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ആക്കി വെച്ചത് ഭരണിയിലേക്കും കൂടി മാറ്റണം. ഇത് എത്ര നാള് കഴിഞ്ഞിട്ടാണ് എടുത്തു തുടങ്ങുന്നത്? 6 മാസം കഴിഞ്ഞാൽ എടുത്തു തുടങ്ങും. 6 മാസം വെക്കും, നമ്മളെ കൂട്ടി വെക്കും. 6 മാസം കഴിഞ്ഞിട്ട് എടുത്തു തുടങ്ങും. പിന്നെ അത് വയ്ക്കും തോറും അതിന്റെ ടേസ്റ്റ് കൂടും. നമുക്ക് 6 മാസമല്ലേ വെക്കാൻ പറ്റുള്ളൂ, ഇത് ബിസിനസ് അല്ലേ. അപ്പൊ അത് കൊടുത്തുകൊണ്ടിരിക്കണല്ലോ നമുക്ക്. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് 6 മാസമെങ്കിലും വെക്കണം. പിന്നെ എത്ര 1 വർഷം വെക്കാമെങ്കിൽ അത്രയും നല്ലത്. ടേസ്റ്റ് വരും, സ്വാദ് കൂടും. അപ്പൊ നമുക്കിനി ഭരണിയിലേക്ക് ആക്കാം അല്ലേ? ജനനി ഹോം പ്രൊഡക്ട്സ് എന്നുള്ള ഈ സ്ഥാപനം ഒരു അരിക്കൊണ്ടാട്ടനിലാണ് തുടങ്ങിയത്. പക്ഷേ പിന്നീട് ഭാവിയിൽ ഞങ്ങളിത് കൂടുതൽ പ്രോഡക്ട്സിലേക്കൊക്കെ എത്താൻ അതിനൊക്കെ പ്രചോദനമായിട്ട് നിന്നിട്ടുള്ളത് ശ്രീജയുടെ അച്ഛൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പികളെ പറ്റിയിട്ടുള്ള ഒരു വിവരമാണ് കൂടുതൽ. പിന്നെ ഞാൻ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും നിന്നിട്ടുണ്ട്. ഇതിൽ തുടക്കം അദ്ദേഹം തന്നെയായിരുന്നു. അതിൽ ഞങ്ങളെ ഏറ്റവും അധികം എപ്പോഴും പറയാറുള്ള ഒരു വാചകം, കോംപ്രമൈസ് ചെയ്യരുത് ക്വാളിറ്റിയിൽ എന്ന് എപ്പോഴും പറയാറുള്ള വാചകമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിക്കും എന്നുള്ളത് എന്നും പറഞ്ഞിരുന്ന കാര്യമാണ്. അതെ, അത് ഇന്ന് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇനി പറയാനുള്ളത്. അപ്പൊ ഈ കടുമാങ്ങ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് കാണിച്ചു തന്നു. അതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് ഞാനൊരാൾ മാത്രമല്ല, നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ആ ഒരു റെസിപ്പി എത്തി. അറിയാത്തവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ചിലർക്ക് ചെയ്തു നോക്കണം എന്നുണ്ടാവും, പക്ഷെ അളവ് എത്രയാന്ന് അറിയാത്തോണ്ട് നിക്കണവർക്കൊക്കെ ഇത് കണ്ടിട്ട് ഒരു പ്രചോദനം ആവശ്യ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ എല്ലാവർക്കും ഇത്ര പോന്ന മാങ്ങ കിട്ടിക്കൊള്ളണമെന്നില്ല.
ചെയ്യാനുള്ളൊരു മെനക്കേട് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വേറൊരു കൈമാറിയിട്ട് അതെ 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 സ്വാദ് വളരെയധികം വ്യത്യാസമുണ്ട്. ഒന്ന് കൈ മാറി കഴിഞ്ഞാൽ അതെ അതിന് ഞങ്ങൾ ഉണ്ടാക്കണ കടുമാങ്ങയുടെ സ്വാദാവില്ല വേറൊരാൾ. അതങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ മെനക്കെടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കടുമാങ്ങ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും നമ്പർ കൊടുത്തേക്കാം. കൂടാതെ നമ്മൾ സ്ക്രീനിലും ഞാൻ ഈ നമ്പർ പ്ലേസ് ചെയ്തേക്കാം. അപ്പൊ വിളിച്ചോളൂ. നല്ലൊരു കടുമാങ്ങ ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഓർഡർ ചെയ്തോളൂ. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങളുടെ പണിക്കാര് അവര് ഞങ്ങളുടെ അതാണ് ഞങ്ങളുടെ അസറ്റ്. വീഡിയോയിൽ കണ്ടതാണ്. ഞങ്ങളുടെ അസറ്റും അവരാണ്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനും അതുപോലെ സിൻസിയറായിട്ട് ചെയ്യാനും തയ്യാറുള്ളവരാണ് ഞങ്ങളുടെ പണിക്കാർ. അത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അതെ 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 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുമാണ് അവരുടെ സഹകരണമൊക്കെ. അപ്പോ എന്തായാലും അമ്മ ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് കടുമാങ്ങ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തന്നതിന്. പിന്നെ അത് മാത്രല്ല നമ്മൾ ഈ വിനിഗർ ഒന്നും യൂസ് ചെയ്യാതെ വിനിഗർ തീരെ ഉപയോഗിക്കണം. ശരിക്കും പറഞ്ഞാൽ കടുക് തന്നെ ഒരു പ്രിസർവേറ്റീവ് ആണ്. കടുക്, മുളക്, ഉപ്പ് ഇതൊക്കെ പ്രിസർവേറ്റീവ് ആണ്. പലർക്കും അത് അറിയില്ല. അതെ. അപ്പൊ വിനിഗർ ഒഴിക്കാത്തത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. വെളുത്തുള്ളി ഇടാത്തത് നമ്മുടെ ചിലപ്പോ കടുമാങ്ങയിൽ വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചില വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. അത് ഒന്ന് വാങ്ങിച്ചു നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കൂ. എങ്ങനെയാന്നുള്ളത് കൂടുതൽ പറയുന്നില്ല. ഒരുപാട് നന്ദി അമ്മേ. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും